ആദ്യം നമുക്ക് കപ്പലണ്ടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തോലൊക്കെ ഒന്ന് വിട്ട് വരൂലേ, അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ തോല് വേണമെങ്കിൽ എടുക്കാം. തോലെടുക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് തിരുമ്മിയാൽ മതി, തോലൊക്കെ ഒന്ന് പോയി കിട്ടും. അതല്ല തോലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ തോലൊന്നും മാറ്റണില്ല. ഇനി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കപ്പലണ്ടി എണ്ണയാണ് ഒഴിക്കുന്നത്. വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് വറുത്തതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 എണ്ണം ചേർത്താൽ മതി. ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളം ചേർക്കണ്ട. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കാം. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ തേങ്ങ ചേർത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും കപ്പലണ്ടി ആയ കാനം കൊണ്ട് കണ്ട ചട്നി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നല്ല തിക്ക് ചട്നിയായിട്ട് ഉപയോഗിക്കാം. മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. എണ്ണ ചൂടാകുമ്പോൾ കടുക്, കറിവേപ്പില നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. നിങ്ങൾക്ക് ഉണക്കമുളകിന് പകരമായിട്ട് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.